ഒരു പുതിയ വാർത്ത വരുന്നത് ശ്രീ പി രാധാകൃഷ്ണൻ, അതായത് ഈ ഇ ഡിയുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അദ്ദേഹത്തിനെ സർവീസിൽ നിന്ന് നീക്കി എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അഴിമതിയാണ്. അഴിമതി ആരോപണം കൊണ്ടാണ് കൈക്കൂലി, അഴിമതി, സ്വജനപക്ഷപാതം തുടങ്ങിയ ആരോപണങ്ങൾ ഉയർത്തിയാണ് നീക്കിയത്. പി രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ കുറേ പണികളിലൂടെ നടന്നിട്ടുണ്ട്. നമ്മൾ കണ്ടു. സ്വപ്ന സുരേഷിൻ്റെ കേസും സ്വർണ്ണക്കടത്ത് കേസും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിലൊക്കെ അത്രത്തോളം വളരെ വലിയ അന്വേഷണമൊക്കെ വന്നതിന് ശേഷവും യഥാർത്ഥത്തിൽ അപ്പം നമ്മൾക്ക് വിചാരിച്ചു പി രാധാകൃഷ്ണൻ വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇപ്പോൾ സർവീസിൽ നിന്ന് എടുത്ത് ദൂരെ കളഞ്ഞത് കേട്ടോ. ഒരുപാട് ആരോപണങ്ങൾ വന്നു. കൊല്ലത്തെ ഒരു കശുവണ്ടി വ്യവസായിയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ ആരോപണം ഉണ്ടായി. കൈക്കൂലി കേസ്. രാധാകൃഷ്ണൻ കാശ് ചോദിച്ചു, പണം ചോദിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വലിയ ആരോപണങ്ങൾക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇ ഡി അതിനെ ശക്തമായിട്ട് നേരിട്ടു. കാരണം അവർക്ക് അങ്ങനെ നിന്നാലല്ലേ ഒക്കുള്ളൂ. ഇ ഡി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നല്ലോ. കരുവന്നൂർ കേസ് എന്തോ ചെയ്തു ഇ ഡി അതിനകത്ത്. അതേപോലെ തന്നെ ഈ ലൈഫ് മിഷൻ്റെത് തുടങ്ങി കുറേ കാര്യങ്ങൾ എവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഇതിലുടനെ വന്ന് കൈയിടും. അത് വേറെ ഉദ്ദേശത്തിലാണ് പറയുന്നത്, ഒരു സംശയമില്ല. ഇ ഡിക്കെതിരെ ഉയർന്നേക്കുന്ന ആരോപണങ്ങൾ പലതും സത്യമാണ്. ഇ ഡി എന്ന് പറയുന്ന ആ വകുപ്പിനെ കേന്ദ്ര ഗവൺമെൻറ് അവരൊരു ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് വിരോധമുള്ള ആളുകളെ ഒതുക്കാൻ ഉള്ള ഒരു മെഷീനറി, ഒരു മെക്കാനിസമായിട്ട് മാത്രം ഇപ്പോൾ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് തിരിച്ചറിയേണ്ട ഒരു കാര്യം അതിനകത്തുണ്ട്. ഇതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട്, എവിടൊക്കെയോ ചീഞ്ഞ് നാറുന്നു എന്നുള്ളതാണ്. രാധാകൃഷ്ണനെതിരെ അന്ന് ഈ സ്വർണ്ണക്കടത്ത് കേസ് വരുമ്പോൾ അതിനൊക്കെ ഒരുപാട് ആരോപണങ്ങളുണ്ടായി. അതൊക്കെ നിഷേധിക്കുകയും ഒക്കെ ചെയ്തു എങ്കിൽ പോലും അതിനകത്ത് സബ്സ്റ്റൻസ് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ രാധാകൃഷ്ണൻ പോലുള്ള ഒരാളെ ഉൾക്കൊള്ളാൻ ഇപ്പോഴത്തെ ബാക്കി ഇ ഡി സംവിധാനത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ കൈക്കൂലി അല്ലെ അഴിമതി തെളിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഒരാൾ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെ എടുപിടിയുന്ന ഒരാളെ എടുത്ത് വെളിയിൽ കളയാൻ പറ്റുമോ? അതിന് ഒരുപാട് നടപടിക്രമങ്ങളില്ലേ. അതിന് അന്വേഷണം വേണം, എൻക്വയറി വേണം, റിപ്പോർട്ട് വേണം, അതൊക്കെ വേണം. ചിലപ്പോൾ അവരതൊക്കെ വാങ്ങിക്കാണും, അത് നമുക്കറിയില്ല എന്താണെന്ന്. അത് ഒരു ഇൻഹൗസ് പ്രൊസീജിയർ രഹസ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അറിയാത്തത്. പക്ഷേ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇ ഡി തന്നെ ഇപ്പോൾ വേലി വിളവ് തിന്നുന്നു എന്ന് പറയുന്നത് തന്നെയല്ലേ നടക്കുന്നത്. ആരെ വിശ്വസിക്കും? ഇപ്പോൾ പോലീസുകാർ കൈക്കൂലി വാങ്ങിക്കുന്നു, അതിലും വലിയൊരു ഒഫൻസ് ഉണ്ടോ? കാരണം കൈക്കൂലി വാങ്ങിക്കുന്നവരെ പിടിക്കേണ്ടത് പോലീസാണ്. അത് മെഷീനറിയാണ്. പക്ഷേ അതിന് പകരം അവർ കൈക്കൂലി വാങ്ങിക്കാൻ പോയാലോ? അതാ വേലി വിളവ് നിന്നെന്ന് പറയുന്നത്. അതുപോലെ ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കൽ, കള്ളപ്പണ ഇടപാട്, മണി ലോണ്ടറിങ് എവിടെ ഉണ്ടെങ്കിലും അതിനകത്ത് നടപടി എടുക്കേണ്ടത് ഇ ഡി മാത്രമാണ്. ഒരു വലിയ മെഷീനറിയാണത് ഇ ഡി. അതിനുവേണ്ടിയുള്ളൊരു മെഷീനറി. പക്ഷേ അതിനുവേണ്ടി ഇപ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ആര് അനഭിമിതനായിട്ട് മാറുന്നോ നേരെ ഇ ഡി അങ്ങോട്ട് പറഞ്ഞേക്കും. അപ്പോൾ അതാണ് ഇ ഡിയുടെ മേൽവിലാസം എന്ന് പറയുന്നത്. അത്രത്തോളം മോശമാക്കിയത് ഈ ഗവൺമെൻറ്റാണ്, ഒരു സംശയം വേണ്ട. കാരണം ഇ ഡിയെ ഒരു രീതിയിൽ അധപ്പതിപ്പിച്ചു ഇലക്ഷൻ കമ്മീഷനെ. അതേപോലെ അധപ്പതിപ്പിച്ച വേറെ ഒരു സർക്കാരും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് അത്രത്തോളം പേഴ്സണൽ വെഞ്ചൻസിന് വേണ്ടി ഇ ഡിയെ ദുരുപയോഗം ചെയ്യുന്നു. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അതിനകത്തുള്ള ഒരുത്തൻ കൈക്കൂലി കൂടെ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാലോ? ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ആ മെക്കാനിസം മുഴുവനായിട്ട് ഇങ്ങനൊരു കാര്യത്തിന് ഗവൺമെൻറ് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനകത്ത് കൈക്കൂലി വാങ്ങിക്കുക, അഴിമതി കൂടെ നടത്തുക എന്ന് പറഞ്ഞാലോ? ചിന്തിക്കാൻ പറ്റുന്ന കാര്യമൊന്നോ? നമ്മുടെ ഈ നാട് എങ്ങോട്ട് പോയി നിൽക്കുന്നു? ഇവർക്കൊക്കെ എടുത്ത് ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ നികുതി പണമല്ലേ, അല്ലാതെ വേറെ ആരുടെയും സ്വന്തം വകയൊന്നും അല്ലല്ലോ. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ വലിയ കൊടും അഴിമതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ അംബാനി, അദാനി മുതലായ അവർക്കൊക്കെ സംരക്ഷണം കൊടുക്കാൻ കേട്ടോ സി എസ് എഫിനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സേനയാണ് അത്. അവർ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഒരുപാട് പേരെ എത്ര എത്ര കോടി രൂപയാണ് അതിനുവേണ്ടി ചിലവാക്കുന്നത് അറിയോ? അവർക്ക് വേണ്ടി അവരുടെ സ്ഥാപനങ്ങൾക്ക് എന്നുള്ള വ്യാജേനയാണ് ഈ ചെയ്യുന്നത്. പക്ഷേ അതെല്ലാം പബ്ലിക് ഫണ്ടല്ലേ, പബ്ലിക് മണിയല്ലേ, പൊതുജനത്തിൻ്റെ പണമല്ലേ. അതിനിപ്പോൾ ഇക്കോട്ടെ, അത് ഇനി ഒരു കാലത്ത് ചിലപ്പോൾ അത് വെളിയിൽ വന്നേക്കാം എന്നേ നമുക്ക് പറയാൻ ഒക്കുള്ളൂ. ആകപ്പാടെ ഇതൊക്കെ പറയാനുള്ളത് ഇവിടെ ഈ രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഓടി നടന്ന് ഈ രാഹുൽ ഗാന്ധി എന്തൊക്കെ പറയും? ആ രാഹുൽ ഗാന്ധി പറയുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ കൊഞ്ഞനം കാണിക്കുന്നതല്ലാതെ അയാൾ പറയുന്നതിൽ എന്ത് സത്യസന്ധതയുണ്ട്, എന്ത് കാര്യമാണ് ഉള്ളത് എന്നുള്ളത് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇലക്ഷൻ കമ്മീഷനെ വിമർശിക്കുമ്പോൾ, രാഹുൽ ഗാന്ധി വിമർശിക്കുമ്പോൾ അതിനെ നെറ്റി വിളിച്ച ആളുകൾ നോക്കും. പക്ഷേ അതുകൊണ്ടാണോ കാര്യം? ആര് പറഞ്ഞു എന്നല്ലല്ലോ, അയാൾ എന്തു പറഞ്ഞു എന്നുള്ളതല്ലേ കാര്യം. അതല്ലേ നോക്കേണ്ടത്. അത് നോക്കുന്നുണ്ടോ ഇവിടെ? ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ അപജയത്തെക്കുറിച്ചൊക്കെ രാഹുൽ ഗാന്ധി ഒരുപാട് വാതോരാതെ സംസാരിക്കുന്നുണ്ട്, ഓടി നടന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കൂടി ഇത് സംസാരിക്കാൻ വേറെ ആരുണ്ട്? ആരുമില്ല. ബാക്കിയുള്ള ആളുകൾ അവരെങ്ങനെ സീറ്റ് തരപ്പെടുത്തി എടുക്കും, എങ്ങനെ മുഖ്യമന്ത്രിയാവും എന്നുള്ളതിനെ നോക്കി ഉടുപ്പും ഇട്ടുകൊണ്ട് അതിൻ്റെ പുറകെ ഓടുന്നതല്ലേ അവരുടെയൊക്കെ ജോലി. അതല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഏതായാലും ഇവിടെ ഇപ്പോൾ ഈ രാധാകൃഷ്ണനെ അത് പിരിച്ചുവിട്ടത്, അതായത് സർവീസിൽ നിന്ന് നിർബന്ധിതമായി നീക്കം ചെയ്തത് നമുക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. കാരണം ഇ ഡി പോലുള്ള ഒരു സംവിധാനം, അതിനകത്ത് തന്നെ ഈ അഴിമതിയും കൈക്കൂലിയും സ്വജനപക്ഷപാതവും ഇതൊക്കെ ആരോപിച്ച് ഒരാളെ മാറ്റുമ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ വിശ്വാസ്യതയെക്കുറിച്ച്, ഇതിലുള്ള ആളുകളെക്കുറിച്ച് ചിന്തിക്കണം.